പരീക്ഷാ ക്രമക്കേടുകൾക്ക് പിന്നാലെ ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളത്തിന്റെ കാര്യത്തിലും വാർത്തകളിൽ നിറയുകയാണ് PSC. 3,68,560 രൂപയാണ് നിലവിൽ PSC ചെയർമാന്റെ പ്രതിമാസ ശമ്പളം. ക്ഷാമബത്തയും അലവൻസും ഉൾപ്പെടെ അംഗങ്ങളും വാങ്ങുന്നുണ്ട് മാസം 3 ലക്ഷത്തിന് മുകളിൽ. വിവരങ്ങൾ അടങ്ങിയ വിവരാവകാശ രേഖ ജനം TVക്ക് ലഭിച്ചു. ജനം ബ്രേക്കിംഗ്. MR ബൈജു ചെയർമാനായും 15 അംഗങ്ങളും ഉൾപ്പെടെ 16 പേരുണ്ട് അംഗങ്ങളായി PSCയിൽ. പ്രതിവർഷം ഇവരെ തന്നെ തീറ്റിപ്പോറ്റാൻ ഖജനാവിന് നഷ്ടം കോടികളാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ചെയർമാനും അംഗങ്ങൾക്കും ശമ്പള വർധനവ് നടത്തിയതോടെ 3 ലക്ഷം കടന്നു അംഗങ്ങളുടെയും ചെയർമാന്റെയും ശമ്പളം. PSC ചെയർമാന്റെ അടിസ്ഥാന ശമ്പളം 2,24,100 ആണ്. 60% ക്ഷാമബത്ത കൂടി ഉൾപ്പെടുന്നതോടെ 1,34,460 ആകും. വീട്ടുവാടക, മറ്റ് അലവൻസ് ഉൾപ്പെടെ 3,68,560 രൂപയാണ് ചെയർമാൻ കൈപ്പറ്റുന്നത്. PSC അംഗങ്ങളുടെ ശമ്പളവും ഞെട്ടിപ്പിക്കും. PSC അംഗത്തിന്റെ അടിസ്ഥാന ശമ്പളം 2,19,900 ആണ്. ക്ഷാമബദ്ധയും വീട്ടുവാടക അലവൻസും ഉൾപ്പെടെ അംഗങ്ങൾക്കും ലഭിക്കും 3,65,544 രൂപ. നിലവിലെ ശമ്പള കണക്കുകൾ പ്രകാരം PSC ചെയർമാന്റെ ഒരു വർഷത്തെ ശമ്പളം 44,22,720 രൂപയാണ്. കാലാവധി അവസാനിക്കുന്ന 6 വർഷത്തേക്ക് ശമ്പളം 2,65,36,320 രൂപയാണ്. PSC അംഗങ്ങൾക്കായി പ്രതിമാസം ചെലവഴിക്കുന്നത് 54,83,160 രൂപ. ഒരു വർഷത്തേക്ക് 6,57,97,090 രൂപയാണ് PSC അംഗങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. കാലാവധി പൂർത്തിയാകുന്ന 6 വർഷത്തേക്ക് കൂടി 15 അംഗങ്ങൾക്കായി ഖജനാവിന് നഷ്ടം 39,47,87,550 രൂപ. സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പോലും കടമെടുക്കേണ്ട സ്ഥിതിയാണ് നിലവിലും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പുതിയ സർക്കാരും കടന്നു പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് PSC അംഗങ്ങൾക്ക് വാരിക്കോരി തുക ഇപ്പോഴും ചെലവഴിക്കുന്നത്. ഇത്തരത്തിൽ തുക ചെലവഴിക്കാൻ എന്ത് സേവനമാണ് ഇവർ ചെയ്യുന്നത് എന്നതും ചോദ്യചിഹ്നമാണ്. VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടില്ല. PSC അംഗങ്ങൾക്കും ചെയർമാനും ഇത്ര കണ്ട് പരാതി ഉയർന്നിട്ടും അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് VD സതീശൻ സർക്കാരും സ്വീകരിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം.